ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും നമ്മുടെ റെസ്റ്റ് ഡേ ആണ്. കാരണം നമ്മൾ ദൂത്പത്രി, പാൽഗം, സോൻമാർഗ്, കാർഗിലൊക്കെ പോയിട്ട് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൂരേക്കുള്ള യാത്രകളൊന്നുമില്ല. ഇന്ന് നമ്മൾ ചുമ്മാ ഇരിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ റൂമിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നേരത്തെ വിചാരിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആപ്പിള്. നമ്മൾ അന്ന് കണ്ട ആപ്പിൾ തോട്ടത്തിലെ ആപ്പിളുകളുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക. കറക്റ്റ് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വീട്ടിലുള്ളവരും കൂടി ഒന്ന് അറിയട്ടെ. പക്ഷെ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഏറെക്കുറെ അതിൻ്റെ അടുത്തെത്തി. ദാൽഗേറ്റ് 15 അടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ളത്. എന്തിനാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ വന്നതെന്നറിയോ? ലോകത്തിൽ തന്നെ ഇതിറ്റാലൊരു പോസ്റ്റ് ഓഫീസ് ഈ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ഇന്ത്യയിലാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏക ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത്. ഒരു ഹൗസ് ബോട്ടിലാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത്. 2011 ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എന്ന ഈ ഒരു അത്ഭുതം ഇന്ത്യക്ക് ലഭിക്കുന്നത്. മഞ്ഞുമൂടിയ ഹിമാലയൻ മലനിരകളുടെ മടിത്തട്ടിൽ ദാൽ തടാകത്തിൽ ഒഴുകി നടക്കുന്ന ഈ ഒരു പോസ്റ്റ് ഓഫീസ് ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ പോസ്റ്റ് ഓഫീസ് ആയിരിക്കും. സാധാരണ പോസ്റ്റ് ഓഫീസുകളിൽ കാണുന്ന കാഴ്ച മാത്രമല്ല, ഇതിനുള്ളിൽ ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാമ്പുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ കാണാനാകും. പോസ്റ്റൽ സാമഗ്രികൾ വിൽക്കപ്പെടുന്ന കടയും പ്രവർത്തിക്കുന്നുണ്ട്. പോസ്റ്റ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, സ്റ്റേഷനറി സാധനങ്ങൾ, കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തുടങ്ങിയവ ഇവിടെ ഒന്നും വാങ്ങാം. കഴിഞ്ഞിട്ടില്ല, ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് ഫോൺ ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കാനും കഴിയും. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് കാർഡ്. നമുക്ക് ഒന്നെങ്കിൽ ഇത് വീട്ടിലേക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കത്ത് എഴുതിയിട്ട് നമുക്ക് നാട്ടിലേക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് ഹസ്രത്ത് അൽ മസ്ജിദ്. ഇതാണ് സീലും എടുത്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ നെഹ്റു പാർക്കിലെ ഈ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് കാർഡ് വാങ്ങിയിട്ട് നേരെ ആപ്പിൾ പറിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഹാൽഗമിലേക്ക് പോകുമ്പോൾ കയറിയ അതേ ആപ്പിൾ തോട്ടത്തിലേക്ക് തന്നെയാണ് ഇന്നും പോകുന്നത്. നേരത്തെ വന്ന് പരിചയമുള്ള വഴിയായതുകൊണ്ടും ശ്രീനഗറിൽ നിന്ന് അധികം ദൂരമില്ലാത്തത് കൊണ്ടുമാണ് ഇവിടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ കടിച്ച് കഴിക്കാൻ സാധിച്ചു. പക്ഷേ ഇത്തവണ കടിച്ച ആപ്പിൾ അത്ര പാകമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അതിൽ നിർത്തുകയും ചെയ്തു. ഇതൊക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ അല്ലേ? हम तोलते नहीं, हमारे पास कांटा नहीं है. होगा 14-15 kg होगा. 13 से ऊपर. ഇവരെല്ലാവരും ആ ബോക്സുകളിൽ ആപ്പിൾ നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ചു നേരം ബ്രേക്കായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞ് ഇദ്ദേഹവും കൂടെയുള്ളവരും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഒരു 2 പെട്ടി ആപ്പിൾ അവർ റെഡിയാക്കി തന്നു. ഇത്രയും കിട്ടി നമുക്ക്. ഏകദേശം ഒന്ന് ഒരു
15 കിലോ ഉണ്ടാവും അല്ലേ? 10 കിലോ ഉണ്ടാവും. 10ൻ്റെയും 15ൻ്റെയും ഇടയ്ക്ക് ഉണ്ടാവും. നമ്മളിതൊരു വില പറഞ്ഞ് വാങ്ങാനായിരുന്നു വന്നിരുന്നത്, പക്ഷേ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കത് അവർ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾ കാശ് കൊടുക്കാൻ നോക്കിയെങ്കിലും അവർ വേണ്ടാന്ന് പറയുകയാണ് ചെയ്തത്. ഇതേ ആപ്പിൾ തോട്ടത്തിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അവർ നമ്മളെ സ്വീകരിച്ച കാര്യം. ഭയങ്കര സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ആയിരുന്നു അന്ന് അവർ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു 15 കിലോ വീതമുള്ള 2 പെട്ടി ആപ്പിൾ നമുക്ക് വെറുതെ തന്നിരിക്കുകയാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാർ എന്താല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ആപ്പിളൊക്കെ റൂമിൽ വെച്ച ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് വന്നതാണ് കശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ ഹസ്രത് ബൽ മസ്ജിദ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ പള്ളിയാണ് ദാൽ തടാകത്തിൻ്റെ ഇടതുകരയിൽ നിർമ്മിച്ചിട്ടുള്ള ഹസ്രത് ബൽ മസ്ജിദ്. ശ്രീനഗറിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ഹസ്രത് ബൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദിനോട് ചേർന്ന് തന്നെ ഒരു മാർക്കറ്റും വലിയൊരു ഫുഡ് സ്ട്രീറ്റും നമുക്കിവിടെ കാണാം. കശ്മീരിലെത്തിയിട്ട് വാൾനട്ട് ഫഡ്ജ് എവിടെ കിട്ടുമെന്ന് തിരഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി പറയാണ്, ഇവിടെ ഹസ്രത് ബൽ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള മൂൺലൈറ്റ് എന്ന ഷോപ്പ് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വാൾനട്ട് ഫഡ്ജ് നമുക്ക് കിട്ടും. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റിലെ ഫുഡൊക്കെ ഒന്ന് നോക്കി നോക്കാം. 20 റുപ്യ മതിയായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഇത് തിന്ന് കഴിയുമ്പോഴേക്ക് വേറെ തിന്നാൻ പറ്റൂല. ഇത് മടക്കി വെച്ചോ, വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കഴിക്കാം. एक और पीस. ഇവിടുത്തെ ഈ ഫുഡ് സ്ട്രീറ്റിൽ ഭൂരിഭാഗം ഐറ്റംസ് എന്ന് പറയുന്നത് പൊരിച്ച സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ വെറൈറ്റി ഓഫ് ഫുഡ്സ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ കച്ചവടക്കാരും ചെയ്യുന്നത് മെയിനായിട്ട് ഒരേ ടൈപ്പ് ഫുഡുകൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. താമരയുടെ തണ്ടൊക്കെ അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അത് എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്കായിട്ടില്ല. പിന്നെ ഈ ഒരു മുന്നിൽ കാണുന്ന ഈ ഒരു ഐറ്റം അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ വാങ്ങിയ സംഭവം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരുപാട് ദിവസത്തെ യാത്രകൾക്ക് ശേഷം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് ഈ ഒരു ദിവസം അധികം ക്ഷീണമൊന്നുമില്ലാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ആപ്പിളൊക്കെ വാങ്ങി നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് ഗുൽമർഗിലേക്കാണ് പോകാനുള്ളത്. ഗുൽമർഗിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോണ്ടോള കേബിൾ കാർ ഉണ്ട്. നാളെ നമുക്ക് എത്ര ഹൈറ്റിൽ എത്താൻ പറ്റുമോ അത്രയും ഹൈറ്റിലേക്ക് നാളെ നമ്മൾ എത്തും. അപ്പോൾ നാളെ അതിൻ്റെ കാഴ്ചകളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്.